നമസ്കാരം. റീസെൻ്റ്ലി നമ്മുടെ കേന്ദ്ര സർക്കാർ ഒരു അമെൻമെൻറ്റ് കൊണ്ടുവരാനായിട്ടുള്ളൊരു ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. അതായത് സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസിൽ കൃത്യമായിട്ടുള്ള ഒരു അമെൻമെൻറ്റ്, അതായത് E85 മുതൽ E100 വരെയുള്ള പെട്രോൾ. അപ്പം അതിനെ പെട്രോൾ എന്ന് പറയാൻ കഴിയുമോ എന്നെനിക്കറിയില്ല. കാരണം E85 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 85% എഥനോളാണ്. E100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% എഥനോളാണ്. അപ്പോൾ അതിനെ പെട്രോൾ എന്ന് പറയാൻ കഴിയില്ല. E85 വേണമെന്നുണ്ടെങ്കിൽ 15% പെട്രോൾ അടങ്ങിയ എഥനോൾ എന്ന് നമുക്ക് പറയാം. അപ്പോൾ അത്തരത്തിലുള്ളൊരു അമെൻമെൻറ്റ് ഈ സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസിൽ കൊണ്ടുവരാനായിട്ടുള്ളൊരു ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഭാവിയിലേക്ക് ചെന്നെത്തുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പെട്രോൾ എന്ന് പറയുന്ന ആ ഒരു ഫ്യൂവലിനെ മാക്സിമം ആ ഒരു ഫ്യൂവലിൻ്റെ ഇമ്പോർട്ട് കുറച്ച് കൂടുതൽ പണം സേവ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും ഇത് ഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരായ ആളുകളെ നല്ല രീതിക്ക് ബാധിക്കും എന്നുള്ളതാണ്. കാരണം ഒരുപാട് കാലമായിട്ടൊരു വാഹനം വാങ്ങിച്ചിട്ട് 10 വർഷം 15 വർഷമൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് അത് ഉപയോഗിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന പല കസ്റ്റമേഴ്സിനും അവരുടെ വാഹനം ഉപയോഗിക്കാൻ കഴിയാതെയാവും. അല്ലെന്നുണ്ടെങ്കിൽ സർക്കാർ E5, അതായത് 5% എഥനോൾ കലർന്ന പെട്രോൾ, അല്ലെങ്കിൽ E15, E20, E85 അല്ലെങ്കിൽ E50 അങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള എന്താ പറയുന്നത് ഡിസ്പെൻസർ സെറ്റ് ചെയ്യണം. അല്ലെങ്കിൽ അത്തരത്തിലുള്ള പെട്രോൾ യൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ സാധാരണക്കാർക്ക് കൊടുക്കണം. ഇതിപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ E20 ആണ്. E20 ഉപയോഗിച്ചിട്ട് നല്ല കണ്ടീഷനുള്ള 10 വർഷം 12 വർഷം പഴക്കമുള്ള കാറുകളൊക്കെ ഇപ്പോൾ ഉപയോഗിക്കാൻ കഴിയുമോ? E20 ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഹൈഗ്രോസ്കോപ്പിക് നേച്ചർ ഈ എഥനോളിനുണ്ട്. അന്തരീക്ഷത്തിലെ ഈ ഈർപ്പത്തിനെ വലിച്ചെടുത്തിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു വെള്ളം എന്ത് ചെയ്യും, അത് റസ്റ്റിന് കാരണമാകും. അല്ലെങ്കിൽ കൊറോഷന് എന്ന് പറഞ്ഞ പ്രോസസ്സിലൂടെ റസ്റ്റ് ഉണ്ടാകും. പിന്നീട് നമുക്ക് റിപ്പയർ ചെയ്ത് നടക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇപ്പം ടാറ്റ മോട്ടോഴ്സിൻ്റെ പാസഞ്ചർ വിഭാഗത്തിൻ്റെ ഹെഡ് അല്ലെങ്കിൽ എം ഡിയും സിഇഒമായിട്ടുള്ള ശൈലേഷ് ചന്ദ്ര അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു 2026 ലാസ്റ്റ് ക്വാർട്ടറിൽ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഫ്ലെക്സ് ഫ്യൂവൽ വാഹനം വരാൻ പോവുകയാണ് എന്നുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. എൻജിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗും നമ്മുടെ ഇത്തരത്തിലുള്ള കോണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. 2025 ഭാരത് മൊബിലിറ്റി എക്സ്പോ, അതായത് ഡൽഹിയിൽ നടക്കുന്ന ഭാരത് മൊബിലിറ്റി എക്സ്പോയിൽ ടാറ്റ മോട്ടോഴ്സിൻ്റെ മൈക്രോ SUV കാറ്റഗറിയിൽ വരുന്ന പഞ്ചിൻ്റെ ഫ്ലെക്സ് ഫ്യൂവൽ അവർ ഷോക്കേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വാഹനം തന്നെയാണ് 2026 ലാസ്റ്റ് ക്വാർട്ടർ അല്ലെങ്കിൽ Q4 ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാൻ പോകുന്നത്. ഇപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇതൊക്കെ ചെന്നെത്തുന്നത് എങ്ങോട്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിലവിൽ പെട്രോളിൽ ഓടാൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു എൻജിൻ, അതിനെ ചെറിയ 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 വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ട് ഈ ഫ്ലെക്സ് ഫ്യൂവൽ ഓടാനുള്ള എൻജിനാക്കി മാറ്റുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ ഫ്ലെക്സ് ഫ്യൂവൽ, അതായത് എഥനോൾ കൂടുതൽ ഉള്ള ഫ്യൂവലിൽ ഓടാൻ വേണ്ടിയിട്ട് ഒരു എൻജിനെ ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നതല്ല. ഇപ്പോൾ സാധാരണഗതിയിൽ CNGയിൽ ഓടുന്ന കാറുകളെക്കുറിച്ച് നമുക്കറിയാം. പെട്രോളിൽ ഓടാൻ വേണ്ടി ഡിസൈൻ ചെയ്ത എൻജിനെ ചെറിയ ചെറിയ ചേഞ്ചുകൾ വരുത്തി CNGയിൽ ഓടാനുള്ള പ്രാപ്തി ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതും അതുപോലെ തന്നെയാണ്. പവർ നല്ല രീതിക്ക് കുറയും എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം ഇപ്പോൾ തന്നെ E20 പെട്രോൾ അടിച്ച് ഓടിക്കുന്ന സമയത്ത് പവറിൽ കാര്യമായിട്ടുള്ള കുറവ് നമ്മൾ നോട്ടീസ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല മൈലേജ് പോയി എന്നുള്ളൊരു കാര്യം നമുക്കറിയാവുന്നതാണ്. പിന്നെ ഇപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. 3 രൂപ പെട്രോളിന് കൂട്ടുകയും ചെയ്തു. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ചും കൂടെ ടാക്സും കൂടെ വരും തീർച്ചയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇപ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് നല്ല കാലമാണെന്ന് പറയാം. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇപ്പം പഞ്ചിനകത്തിരിക്കുന്ന എഞ്ചിനെക്കുറിച്ച് സ്പെസിഫിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ 1.2 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിനാണ്, റവർട്രോൺ എഞ്ചിനാണ്, നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ആ ഒരു എഞ്ചിന് ഈ ഫ്ലെക്സ് ഫ്യൂവലിലേക്ക്, അതായത് E85 വരെയുള്ള ഫ്യൂവലുമായിട്ട് കോമ്പാക്റ്റബിളായിട്ട് കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് അതിന് കുറച്ച് ചേഞ്ചുകൾ അവർ തീർച്ചയായിട്ടും വരും. അതിൽ പ്രധാനമായിട്ടും ECUവിലായിരിക്കും ചേഞ്ച് വരുത്താൻ പോകുന്നത്. പിന്നെ ഇഞ്ചക്ടർ സിസ്റ്റത്തിലും എക്സോസ്റ്റിലും മാത്രമല്ല ഫ്യൂവൽ പമ്പിലും ഫ്യൂവൽ സപ്ലൈ ലൈനിലൊക്കെ കാര്യമായിട്ടുള്ള ചേഞ്ച് തീർച്ചയായിട്ടും വരുത്തും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ടാറ്റ മോട്ടോഴ്സിൻ്റെ പഞ്ച് എന്ന് പറയുന്ന വാഹനത്തിന് മറ്റൊരു അവതാരം കൂടി ഉണ്ടാക്കും. ഇപ്പോൾ പഞ്ച് ഡീസലിൽ അവൈലബിൾ അല്ല. അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് ചെയ്യുന്നൊരു കാര്യം. ഇപ്പോൾ ഡീസൽ എന്ന് പറയുന്ന ഫ്യൂവലിനെ മാക്സിമം അവോയ്ഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. പെട്രോളിൽ അവൈലബിൾ ആണ്, CNGയിൽ അവൈലബിൾ ആണ്, പിന്നെ അത് മാത്രമല്ല ഇലക്ട്രിക്കിൽ അവൈലബിൾ ആണ്, ഇപ്പോൾ ടർബോ പെട്രോളിലും അവൈലബിൾ ആണ്. ഇനി ഈ പറയുന്ന ഫ്ലെക്സ് ഫ്യൂവലിലും ഈ ഒരു വാഹനം അവൈലബിൾ ആയിരിക്കും. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ്റും സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സ്, അതായത് SIAM, അവരുമായിട്ട് നല്ല രീതിക്കുള്ള ഒരു ചർച്ച ഇതിനെ അടിസ്ഥാനപ്പെടുത്തി നടത്തുന്നുണ്ട്. ടാറ്റ മോട്ടോഴ്സിന് പുറകെ തന്നെ മാരുതി സുസുക്കി അവരുടെ ഫ്രോങ്സ്, അതുമാത്രമല്ല വാഗണാർ എന്നിങ്ങനെയുള്ള വാഹനങ്ങളിലും തീർച്ചയായിട്ടും ഫ്ലെക്സ് ഫ്യൂവൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
നല്ല നല്ല വാഹനങ്ങൾ നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല നല്ല വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ ടൊയോട്ടയുടെ ക്രിസ്റ്റ അതിൻ്റെ അവസാനം ആയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാരുതി സുസുക്കിയുടെ നല്ല വാഹനം എന്ന് പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്ന വളരെ കോമ്പാക്ട് സൈസിലുള്ള ഒരു വാഹനമായിട്ടുള്ള ഇഗ്നിസ് നിർത്തിക്കഴിഞ്ഞു എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് കേറ്റൽ എൻ എന്ന് പറയുന്ന എഞ്ചിനിൽ നിലനിൽക്കുന്ന 3 വാഹനങ്ങളുണ്ട്. ഒന്ന് വാഗണാറിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ ZXi പ്ലസ്, പിന്നെയുള്ളത് ഫ്രോങ്സ് ആണ്, പിന്നെയുള്ളത് ബലീനോ ആണ്. ഈ എഞ്ചിൻ്റെയൊക്കെ ഭാവി എന്താണെന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു വാഹനം എടുക്കുന്ന ഒരാൾ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലായിരിക്കും. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് പോകും തോറും ഇത്തരത്തിൽ ഫ്ലക്സ് ഫ്യൂവൽ വരുമോ, ഇലക്ട്രിക്കിന് എത്രത്തോളം സ്റ്റെബിലിറ്റി ഉണ്ട്, അത് മാത്രമല്ല മാറുന്ന ടെക്നോളജിയാണ് ഇലക്ട്രിക് എന്ന് പറയുന്നത്. ഓരോ മാസവും പുതിയ പുതിയ ടെക്നോളജി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെടുക്കുന്ന വാഹനം ഒരു 10 ലക്ഷം രൂപ അല്ലെങ്കിൽ 12 ലക്ഷം രൂപ പോട്ടെ, ഒരു 15 ലക്ഷം രൂപയ്ക്ക് ഒരു ഇലക്ട്രിക് എടുത്തു, 2 മാസം കഴിയുമ്പോഴത്തേക്കും അതിനേക്കാൾ നല്ല ടെക്നോളജി വരുന്നു. റീസെയിൽ വാല്യൂ എന്ന് പറയുന്നത് ഇലക്ട്രിക്കിന് വളരെ വളരെ കുറവാണ് എന്നുള്ളതാണ് പേഴ്സണലി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല വാഹനങ്ങൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇഗ്നിസ് പോലെയുള്ള വാഹനങ്ങൾ, ക്രിസ്റ്റ പോലെയുള്ള വാഹനങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഡ് മാർക്കറ്റിൽ കിട്ടാൻ സാധ്യത ഉണ്ട് എന്നുണ്ടെങ്കിൽ, റീസണബിൾ റേറ്റിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നല്ല നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് വേണ്ടപ്പോൾ വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.